ദൈവ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഏക പരിശുദ്ധനായ നമ്മുടെ ദൈവം, ആ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു സന്ധ്യ കൂടെ പല സമയങ്ങളാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കാര്യം ഞാനങ്ങ് പറഞ്ഞത്. ഒരു സന്ധ്യ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായി കർത്താവ് അനുവദിച്ചല്ലോ. ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലെ ബദ്ധപ്പാടുകൾക്കൊക്കെ ശേഷം സമയം കണ്ടെത്തി ദൈവ വചന പഠനത്തിനായിട്ട് അടുത്തു വരുന്ന നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. നന്ദിയും അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാരുടെ സാന്നിധ്യം നമുക്ക് ഏവർക്കും അനുഗ്രഹകരമാണ്. എനിക്കും വളരെ അനുഗ്രഹകരമാണ്. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പുതുതായി ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില ഡിവൈസസ് കാണുന്നുണ്ട്. പഴയവരാണോ പുതിയവരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാവർക്കും സ്വാഗതവും വന്ദനവും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ടും ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും നമ്മൾ പഠിക്കുന്ന സ്വർഗീയ ആരാധനാ ഗാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളാണല്ലോ നമ്മുടെ പ്രതിപാദനം. അതിൽ പിതാവായ ദൈവത്തെ 4ാം അധ്യായത്തിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതും 5ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ വാഴ്ത്തുന്നതുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് അവനെ നമസ്കരിക്കുന്നതാണ്. കുഞ്ഞാടിനെ ആരാധിക്കുന്നതാണ്. അവരൊരു പുതിയ പാട്ട് പാടുന്നത് നാം കേൾക്കുന്നു. ആ പാട്ടിന്റെ ഇതിവൃത്തം ദൈവത്തിന്റെ സ്നേഹവും ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധിയും നീതിയും ബഹുവിധമായ ജ്ഞാനവും എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. എടുത്തു പറയുന്ന 2 കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പരിത്യാജനം, സാക്രിഫൈസ്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ക്രൂസിഫിക്ഷൻ, the scope of the cross, ക്രൂശിന്റെ വ്യാപ്തി, the effect of the cross, the result of the cross, ക്രൂശ് നിമിത്തം ലഭ്യമാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ക്രൂശിന്റെ ഫലം, ഈ വിധ കാര്യങ്ങളൊക്കെയാണ് നാം അവിടെ എടുത്ത് പാടുന്നതായി നാം കേൾക്കുന്നത്. അതിൽ ക്രൂശ് പെട്ടെന്ന് അവിചാരിതമായി യാദൃശ്ചികമായി സംഭവിച്ചതോ അല്ല എന്ന് നാം ഇന്നലെ രാത്രിയിൽ കണ്ടു. പകരം ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശ്
തയ്യാർ ചെയ്തിരുന്നു. സ്തോത്രം. നാം അത് പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്. യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായി നിയമിക്കപ്പെട്ടത് മുൻകാല നിത്യതയിലാണ്. Jesus was ordained our Redeemer as our Savior in the past eternity, even before the time began. സമയത്തിന്റെ തുടക്കത്തിനും മുൻപെയാണ്, സകല കാലങ്ങൾക്കും മുൻപെയാണ് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അഥവാ രക്ഷിതാവായി നിയമിക്കപ്പെടുന്നത്. സ്തോത്രം. ആ കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്നലെ കാണുകയുണ്ടായി. സ്തോത്രം. ഒന്നും കൂടെ നമുക്ക് 8-9 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമല്ലോ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂമവറുപ്പം വർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. തീർന്നോ? ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്തോത്രം. 7-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ സ്വർഗത്തിൽ നാം കേൾക്കുന്ന സംഗീതമാണ്. അവിടെ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് 24 മൂപ്പന്മാർക്ക് ഓരോരുത്തർക്കും വീണയുണ്ട്. ഒരാള് ഉപകരണം വായിക്കുകയും ബാക്കിയുള്ളവർ പാടുകയുമല്ല. ഓരോരുത്തരും വീണ മീട്ടിക്കൊണ്ട് നിത്യതയിൽ പാടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അവര് പാടുന്നത് ഒരു പുതിയ പാട്ടാണ്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. ആ പുതിയ പാട്ട് ക്രൂശ് കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് സംബന്ധിയാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഭൗതികവും താൽക്കാലികവുമായ നന്മകളെ കുറിച്ചൊക്കെ ഓർത്ത് എണ്ണി എണ്ണി പറഞ്ഞ് നമ്മൾ സ്തോത്രമൊക്കെ ചെയ്യും. ഇന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ, ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ ചില വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു കാണിച്ച ഒരു കൊച്ചു വീഡിയോ, ഒരു ഷോർട്ട്. അതിലൊരു ചെറുപ്പക്കാരനായ പയ്യൻ തുള്ളിച്ചാടി നിന്നുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ, ഒരു 1-2 വാചകങ്ങൾ. എനിക്കിന്ന് ഇതേ പറയാനുള്ളൂ. എനിക്കിന്ന് ഇവിടെ നിന്ന് അങ്ങ് ചാടാൻ തോന്നുന്നു. ആർക്കറിയാം, ഇനി നാളെ ഞാൻ ആശുപത്രി കിടക്കയിലാണെങ്കിൽ എനിക്ക് ചാടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴങ്ങ് ചാടുക. നിങ്ങളും ചാട് ആശുപത്രിയിലാകുന്നതിന് മുമ്പ്. ഏതോ ഒരു യോഗത്തിൽ സോ കോൾഡ് വർഷിപ്പ് ലീഡർ ആണെന്ന് തോന്നുന്നു. ഇത്രേ പറയുന്നുള്ളൂ. നാം ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത് നമുക്ക് നീട്ടിക്കിട്ടിയ ആയുസ് കൊണ്ട് പോലുമല്ല.
അതിനൊക്കെ വേണ്ടി സ്തുതിച്ച് സ്തോത്രം ചെയ്തോളൂ, ആവശ്യമാണ്, തെറ്റില്ല. പക്ഷേ നാം ഓർക്കണം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരു ബ്രദർ, കഴിഞ്ഞ ഏതാണ്ട് 23-24 വർഷമായിട്ട് കിടക്കയിലാണ്. സ്തോത്രം. തന്റെ നല്ല പ്രായത്തിൽ കിടക്കയിൽ അഭയം തേടിയ ഒരു ബ്രദറാണ്. സ്തോത്രം. സിനിൽ ബ്രദർ ഉണ്ടല്ലോ ഇന്നും. സ്തോത്രം. 23 വർഷമായെന്ന് തോന്നുന്നല്ലേ ബ്രദറെ? ഈ 21. ഓക്കെ, 21 വർഷമായി അദ്ദേഹം കിടക്കയിലാണ്. താൻ ഒരു അപകടത്തിൽ, വീഴ്ചയിൽ അങ്ങനെയായിപ്പോയതാണ്. നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതുമെല്ലാം താൻ കിടക്കയിൽ കിടന്നുകൊണ്ട്. അദ്ദേഹത്തിന് എന്തു പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ളത്? നമുക്ക് ഓക്കെ, നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നു, സ്വയമായിട്ടെല്ലാം ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതിനൊക്കെ വേണ്ടി സ്തോത്രം. പക്ഷേ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള 21 വർഷമായി കിടക്കയിലായിരിക്കുന്ന ബ്രദർ സിനിൽ എന്തു പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ പറയുന്നതൊന്നും പറയാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ കഴിയില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും അദ്ദേഹത്തിന് പറ്റില്ലേ? സാധിക്കും. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇപ്പോഴും നിത്യതയിലും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന വിഷയമാണ് കാൽവറി ക്രൂശ്. സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പ്. ഭൗതിക നന്മകളല്ല, വിദ്യാഭ്യാസ ശ്രേഷ്ഠതയല്ല, ശരീരത്തിന്റെ ആരോഗ്യമോ ദീർഘായുസോ അല്ല. സ്തോത്രം. ഇതൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും, ഇവയൊന്നും ഇല്ലാത്തപ്പോഴും സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഘടകമാണ് രക്ഷ, വീണ്ടെടുപ്പ്, കാൽവറി, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം എന്നിത്യാദി കാര്യങ്ങൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. ഞാനും ഒരിക്കൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുതലേ, മാർത്തോമക്കാരനായിരുന്ന കാലം മുതലേ കേട്ട് വളർന്ന ഒരു പ്രാർത്ഥനാവാചകം. ഞാൻ മർത്തോമയിലായിരുന്നെങ്കിലും രാവിലെ എൻ്റെ അമ്മയുമൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രഭാത പ്രാർത്ഥന. എൻ്റെ തീരെ കുഞ്ഞിലെയാണ് വല്യപ്പച്ചൻ മനമേ പക്ഷിഗണങ്ങളും ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നൊക്കെയുള്ള പാട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് പാടി ഞാൻ കേട്ടിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവര് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു വാചകം. ഇന്നും നമ്മുടെ ഇടയിൽ പലരും അത് ഉരുവിടാറുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി ആ വാചകത്തോട് യോജിപ്പില്ല. കർത്താവേ, ഈ പ്രഭാതത്തിൽ, പ്രഭാത പ്രാർത്ഥനയിലെ കാര്യമാണ്, ആ സമയം മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കും. ഞങ്ങൾക്കുണർന്ന് തിരുസന്നിധിയിലേക്ക് വരാൻ സഹായിച്ചു പലരും. രോഗികളായും ആശുപത്രി മുറികളിലും മരണം സംഭവിച്ച വീടുകളായും ഒക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചതിനായി സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ സഭയിലെ തന്നെ ചില കുടുംബങ്ങൾ ദുഃഖത്തിലോ രോഗത്തിലോ ആശുപത്രി കിടക്കയിലോ, ചില കുടുംബങ്ങളിൽ മരണമോ സംഭവിച്ചിരിക്കാം. അതല്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട്
ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പറഞ്ഞ കാര്യം മനസ്സിലായോ? അനേകർ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ. കർത്താവ് നമുക്ക് തന്ന സംരക്ഷണത്തിനായിട്ട് സ്തോത്രം. ആ മറ്റേ വാചകം അങ്ങ് ഒഴിവാക്കിയ. ഏത്? മറ്റനേകർ ആശുപത്രി കിടക്കയിൽ, രോഗക്കിടക്കയിൽ, മരണവേദനയിൽ, വേർപാടിന്റെ ദുഃഖത്തിൽ ഒക്കെ ആയിരിക്കുമ്പോൾ, കാരണം അത് നാളെ നമ്മുടെയും വീട്ടിലോ സഭയിലോ സംഭവിക്കാം. അതുകൊണ്ട് ആ പഠിച്ചു വെച്ച സ്റ്റീരിയോടൈപ്പ് വാചകം ഒന്ന് മാറ്റണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് സ്തോത്രം. യെസ് മോളെ, സ്തോത്രം. കർത്താവ് നമുക്ക് തന്ന സംരക്ഷണത്തിനായിട്ട് സ്തോത്രം. രാവിലെ കിടക്ക വിട്ട് എഴുന്നേൽപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. സുബോധത്തോടെ എഴുന്നേൽപ്പാൻ, കേൾവിയോടെ, കാഴ്ചയോടെ, സംസാരശേഷിയോടെ, ഓർമ്മയോടെ ഒക്കെ എഴുന്നേൽപ്പാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. സ്തോത്രം ചെയ്തോളൂ. പക്ഷെ മറ്റേ ഭാഗം അങ്ങ് ഒഴിവാക്കണമെന്നാ പറഞ്ഞത്. സ്തോത്രം. കാരണം നമ്മുടെ തന്നെ കുടുംബങ്ങളിലും സഭയിലും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കാണ്. അപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ഞങ്ങളൊരു കൊച്ചുകൂടിയവരോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഈ ചർച്ച തുടങ്ങിയിട്ട്. ഇപ്പൊ ശൈശവാവസ്ഥയിലാണ്. ഓൺലൈനിലൊക്കെ കൂടുന്നവരും എല്ലാവരും കൂടെ ചേർത്ത് ഒരു 30+ ആൾക്കാരുണ്ടെന്നേ ഉള്ളൂ. ഒരു 20+, 20, 22, 24 പേരൊക്കെ സഭായോഗത്തിന് കൂടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൊച്ചു ചർച്ച എന്ന് പറയുന്നത്. ഈ കൊച്ചു കൂടിവരവിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരാൾ മാരകമായ ക്യാൻസർ രോഗത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. തന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ തന്നെ നീക്കം ചെയ്തു, വേരോടെ പിഴുതു കളഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, പലരും ആശുപത്രിയിലും രോഗക്കിടക്കയിലും ആയിരിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ സൂക്ഷിച്ചല്ലോ. എനിക്കതിനോട് നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ സഹോദരങ്ങളിൽ ചിലർ ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ എനിക്കത് സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. സ്തോത്രം. മറ്റൊരു കുടുംബം അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയ വേദനാജനകമായ ഭീകരമായ അന്തരീക്ഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. സ്തോത്രം. താങ്ക് യു. വേറൊരു കുടുംബം ഇപ്പോൾ ആശുപത്രിയിലല്ലെങ്കിലും ഇന്നലെ മുതൽ ഞങ്ങൾ തന്നെ ചർച്ചയിൽ ഈ കൊച്ചുകൂടി വരവിലെ ഒരാൾക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടർ, നടുവേദനയൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മധ്യത്തില് യോഹന്നാൻ 17-ാം അധ്യായം മനപ്പാഠം പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ അമ്മ, അത് ഇളയ കുഞ്ഞിന് 1 വയസ്സേ ഉള്ളൂ. തന്റെ സഹോദരന്റെ മക്കൾ ഉൾപ്പെടെ 4-5 കുഞ്ഞുങ്ങൾ, കൊച്ചു കുട്ടികളുള്ള ഒരു കുടുംബമാണ്. വേറെ ആരും അവിടെ ജോലി ചെയ്യാനായിട്ടില്ല. കടുത്ത നടുവേദന നിമിത്തം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. അവര് 10-15 വർഷത്തിന് ശേഷം അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ, 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ ടിക്കറ്റ്, പോകാനും വരാനുമുള്ളത് റിസർവ് ചെയ്തിരുന്നത് ഇന്നലെ ക്യാൻസലാക്കി. അവരുടെ മൂത്ത കുട്ടി 15 വയസ്സുണ്ട്. ഇതുവരെ അവരുടെ ഗ്രാമത്തിൽ അവർ പോയിട്ടില്ല കുഞ്ഞുങ്ങളാരും. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ നിന്ന് പറയുകയാണ്, കർത്താവേ,
ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ. അതൊരു തരം സ്വാർത്ഥതയല്ലേ എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനും നന്മയ്ക്കും ഒക്കെയായി ദൈവത്തിന് സ്തോത്രം ചെയ്തോളൂ. ഞാൻ കട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോഴും വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് ഓടിപ്പോകാറുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളിലാണ്. അപ്പോൾ സ്വാർത്ഥമായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകരുതെന്നാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങളോളം എത്തിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ചിലതൊക്കെ അത് മനസ്സിലായതായിട്ട് എന്നെ അറിയിച്ചു, മെസ്സേജ് ഒക്കെ ഇട്ടു. താങ്ക് യു. സ്തോത്രം. എന്നാൽ മരണം വന്ന വീട്ടിലും ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയ സമയത്താണ് മീറ്റിംഗ് നടത്താതെ ഞാൻ ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ ആഴ്ച ആരോഗ്യത്തോടെ നിന്ന, നാട്ടിൽ നിന്ന് അവധി പെങ്ങളോടും കുടുംബത്തോടും കൂടെ ആഘോഷിക്കുവാൻ വന്ന ഒരു സഹോദരൻ നിന്ന നിൽപ്പിൽ ഈ ലോകം വിട്ടുപോയത്. വീട്ടുകാർ പോലും അറിയാതിരുന്നത്. അങ്ങനെയുള്ള ദുഃഖപൂർണമായ അവസ്ഥകളിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, രക്തബന്ധമായിരിക്കില്ല, അതിനേക്കാൾ അടുത്ത ബന്ധമല്ലേ ആത്മബന്ധം, അവരാ നിലയിൽ കഴിയുമ്പോൾ നമുക്കെങ്ങനെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ദൈവം നമുക്ക് തന്ന നന്മയിൽ സ്വാർത്ഥമായി സന്തോഷിക്കാൻ സാധിക്കും? എന്നാൽ ആ മരണം കടന്നു പിടിച്ച വീട്ടുകാർക്കും ശരീരാവയവങ്ങൾ നീക്കം ചെയ്ത രോഗികൾക്കും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന രോഗികൾക്കും ഒക്കെ ഒരുപോലെ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നതാണ്. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അയച്ച അങ്ങയുടെ ഏകജാതനായ പുത്രനായിട്ട് സ്തോത്രം. ആ പുത്രൻ മൂലം ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. ആ ക്രൂശിൽ വെളിപ്പെട്ട അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പരിശുദ്ധി, അങ്ങയുടെ നീതി, അങ്ങയുടെ ജ്ഞാനം എന്നിവയുടെയൊക്കെ ആഴമേ സ്തോത്രം. ഓർക്കുന്നുണ്ടാവും, കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പൗലോസ് പറഞ്ഞ, പൗലോസ് കണ്ണും തള്ളി വായും തുറന്ന് നിന്ന് ദൈവത്തിന്റെ ഈ വിധമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ഇപ്പോഴും കൂടെ ഈ സന്ദർഭത്തിൽ ഒന്ന് വായിച്ചത് റോമർ 11:33, റോമൻസ് 11:33. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. സ്തോത്രം. പൗലോസ് പ്രജ്ഞയറ്റവനെ പോലെ നിൽക്കുകയാണ്. എന്തിന്റെ മുമ്പിലാണ്? The depth of the riches of the wisdom and knowledge of God. The depth of the riches of the knowledge and wisdom, സ്തോത്രം, of God. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ധനത്തിന്റെ ആഴത്തിൽ പൗലോസ് നിഷ്പ്രഭനായി നിൽക്കുക. എക്സ്ക്ലമേഷൻ മാർക്ക്, അത്ഭുത പരതന്ത്രനായിട്ട് നിൽക്കുക. No words to describe, elaborate, define God's the depth of the riches of God's knowledge and
വിസ്ഡം. അവയെല്ലാം ആത്യന്തികമായും വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. സ്തോത്രം. ആ ഒരു വിഷയം എടുത്താൽ നമുക്ക് ഏത് കാലത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. അതിന് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് പോലും വേണ്ട. നമ്മുടെ അനുഗ്രഹങ്ങളെയോ നന്മകളെയോ ഒന്ന് ഇരുന്ന് എണ്ണുക പോലും വേണ്ട. വേറെ ഒന്നുമില്ലെങ്കിലും എന്തുമാത്രം മതി? ദ ക്രോസ്. പ്രൈസ് ഗാഡ്. ക്രൂശ് മാത്രം മതി. അതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങൾ നാം അതിൽ നിന്ന് കണ്ടു. സ്തോത്രം. ആ പാട്ടിന്റെ മൂന്നാമത്തെ സംഗതി കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്തെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മനസ്സിലാകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വിഷയത്തോടനുബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാകാഞ്ഞതുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ല. ശരി. ഇനിയും ഈ പാട്ടിനകത്ത് ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള പുതിയ പാട്ടിനകത്ത് പാട്ടിന്റെ മറ്റൊരു കണ്ടന്റ് നാം മനസ്സിലാക്കേണ്ടത്, ദ സ്കോപ്പ് ഓഫ് ദ ക്രോസ്. ക്രൂശിന്റെ വ്യാപ്തി. ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും വ്യാപ്തിയാണ്. സ്തോത്രം. നാം അവിടെ വായിക്കുന്നു, സകല യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നോ? സർവഗോത്രത്തിലും സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വ്യാപ്തി എത്രയുണ്ട്? മാനവരാശിയുടെ വ്യാപ്തിയോളം. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. യേശുക്രിസ്തു മരിച്ചത് ഏതെങ്കിലും ഒരു ഭാഷക്കാർക്ക് വേണ്ടിയോ, ഒരു ഗോത്രക്കാർക്ക് വേണ്ടിയോ, ഒരു ജാതിക്ക് വേണ്ടിയോ, ഒരു വംശത്തിനു വേണ്ടിയോ ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് പ്രയോജനം വരാത്ത ഒരു ഗോത്രമോ ഭാഷയോ വംശമോ ജാതിയോ ലോകത്തിലില്ല. ദൈവം യഹൂദനെയല്ല സ്നേഹിച്ചത്, ലോകത്തെയാണ് സ്നേഹിച്ചത്. യേശു യഹൂദന്റെ രക്ഷിതാവല്ല, ലോകത്തിന്റെ രക്ഷിതാവാണ്. ദാറ്റ് ഈസ് അതാണ് യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. സ്തോത്രം. അലിസാൻഡി വായിച്ചോ? 16ഉം 17ഉം കൂടെ ചേർത്ത് വായിച്ചോളൂ.
For God യോഹന്നാൻ so loved the yeah. world that he gave his only begotten Son, that whosoever believeth in him should not perish, but have everlasting life. For God sent not his Son into the world to condemn the world, but that the world through him might be saved. The world might be saved. God so loved the world. World is used in the Bible in many different ways. And one way here is for the human race. ലോകം എന്ന പ്രയോഗം ബൈബിളിൽ പലതരത്തിലുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോകം, ലോകത്തെ സ്നേഹിച്ചു എന്ന ലോകം മാനവ സമുദായത്തെ, മനുഷ്യരാശിയെ സംബന്ധിച്ചാണ്. അല്ലാതെ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുന്ന ആ ലോകമല്ല ഇവിടുത്തെ ലോകം. ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. ലോകത്തിനാണ് ദൈവം പുത്രനെ തന്നത്. ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. അപ്പോൾ ഇതാണ് ക്രൂശിന്റെ വ്യാപ്തി. സ്തോത്രം. ഈ സകല പ്രപഞ്ചത്തിനും ഈ സകല ജീവജാലങ്ങൾക്കും കൂടെ ഓരോ രാജ്യത്തിന് ദൈവം ഓരോ സൂര്യന്മാരെ കൊടുത്തിട്ടില്ല. ഓരോ കോണ്ടിനെന്റിന്, ഓരോ ഭൂഖണ്ഡത്തിന് ഓരോ സൂര്യന്മാരെ ദൈവം നൽകിയിട്ടില്ല. സകല മനുഷ്യർക്കും വേണ്ടി ഒരു സൂര്യനെ, ഒരു ചന്ദ്രനെ മാത്രം നൽകിയിരിക്കുന്നു. ഇതുപോലെ സകല ലോകത്തിനും വേണ്ടി ദൈവം ഒരു രക്ഷകനെ, ഒരു ക്രൂശ് നൽകിയിരിക്കുന്നു. സ്തോത്രം. ആ വീണ്ടെടുക്കുവാനുള്ള ദൈവജ്ഞാനത്തിന്റെ ആഴമാണ് മനുഷ്യ സൃഷ്ടിയിൽ പോലും വെളിപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ആവർത്തിക്കണോ? സ്തോത്രം. The divine wisdom, as we read from Romans 11:33, the depth of the riches of the knowledge and wisdom of God in redeeming humankind, in redeeming the human race, the humanity, the whole world, has been very much evident even in the creation of man. ദൈവത്തിന്റെ, നമ്മൾ റോമർ 11:33 വായിച്ചതുപോലെ, ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അതിനെ കുറച്ചുകൂടെ നല്ല പരിഭാഷയിൽ നമ്മൾ പറഞ്ഞതാണ്, ആ ദൈവത്തിന്റെ അറിവ്, ജ്ഞാനം എന്നിവയുടെ ആ ധനത്തിന്റെ ആഴമേ. ഏത് ധനത്തിന്റെയാ? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ധനത്തിന്റെ ആഴമേ. ആ ദൈവത്തിന്റെ ജ്ഞാനവും അറിവും അതിന്റെ ധനത്തിന്റെ ആഴം നമ്മുടെ വീണ്ടെടുപ്പുമായി, മനുഷ്യന്റെ രക്ഷയും വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. സ്തോത്രം. എങ്ങനെ? ദൂതന്മാരെ സൃഷ്ടിച്ചതുപോലെ അല്ലല്ലോ നമ്മെ സൃഷ്ടിച്ചത്.
എന്താ ദൂത സൃഷ്ടിയിലും മനുഷ്യ സൃഷ്ടിയിലും ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? The key difference between human creation and angelic creation. പെട്ടെന്ന് പറഞ്ഞ തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങളെ കൂടെ ഒന്ന് വന്നാൽ മതി. പാസീവ് ഹിയറേഴ്സ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. മനുഷ്യനെ കൈകൊണ്ട് വാർത്തുണ്ടാക്കി സൃഷ്ടിച്ചു. അത് ശരിയാണെങ്കിലും പ്രധാനപ്പെട്ട വ്യത്യാസം അതല്ല. മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി അതുമല്ല, അതുമുണ്ട്, അതും ശരിയാണെങ്കിലും ഈ ചോദ്യത്തിന്റെ രക്ഷിക്കുവാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട സൃഷ്ടിപ്പിന്റെ വ്യത്യാസം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ല, അതുമല്ല. ദൂതന്മാരെ ദൈവത്തിന് സേവ ചെയ്യാൻ വേണ്ടിട്ട്, മനുഷ്യനെ ദൈവത്തിനോട് കൂടെ സ്നേഹിക്കാൻ വേണ്ടിട്ട്. അല്ല 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 അതെല്ലാം പറയുന്നത് ആ ഭാഗങ്ങളിൽ ശരിയാണെങ്കിലും വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സൃഷ്ടിപ്പിൽ മനുഷ്യനെ ദൈവം ജ്ഞാനത്തോടെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഘടകം മറ്റൊന്നാണ്. രാജുബ്രത് എന്താ പറയാൻ വന്നേ? രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മനുഷ്യന്. നോ നോ നോ, സൃഷ്ടിപ്പിലെ കാര്യമാ ചോദിക്കുന്നത്. ദൈവത്തോട് കൂടെ സൃഷ്ടിപ്പ് മനുഷ്യനെ കോമൺ ആയിട്ട് ആദ്യമായിട്ട് സൃഷ്ടിച്ചു, ദൂതന്മാരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൃഷ്ടിച്ചു. ദൂതന്മാരുടെ ഓരോ ദൂതന്മാരുടെ സൃഷ്ടി വേറെ വേറെയാണ്. മനുഷ്യനെ ഒരു മനുഷ്യനിൽ നിന്ന് സൃഷ്ടിച്ചു. Yes, absolutely. Absolutely. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇന്നലെ മിനിയാന്നോ കൂടെ ഞാൻ ആ കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നു മാസ്റ്റർ. ഇന്നലെ പറഞ്ഞതാ, അതുകൊണ്ട് തന്നെയാ ഞാൻ ആ കാര്യം ചോദിച്ചത്. ഇന്നലെ ഞാനില്ലായിരുന്നു, പക്ഷെ ഇതിനു മുമ്പ് ഞാൻ കേട്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, സ്തോത്രം. ദൂതന്മാരെ ഓരോ ദൂതനെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചത്. വേറെ വേറെ ഇൻഡിവിജ്വൽ ക്രിയേഷൻ ആയിരുന്നു ദൂതന്മാരുടേത്. ഒരു ദൂതനിൽ നിന്നല്ല മറ്റൊരു ദൂതൻ ജനിച്ചത്. ഓരോ ദൂതന്റെയും സൃഷ്ടി പ്രത്യേകമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയോ ഒരു മനുഷ്യനിൽ നിന്ന്. പൗലോസ്ലീഹ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-24 വാക്യം. 26 വായിച്ചു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൂതന്മാരെ സൃഷ്ടിച്ചതുപോലെ നമ്മെയും ഓരോരുത്തരായി വേറെ വേറെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കുവാൻ ഓരോരുത്തർക്ക് വേണ്ടിയും യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാൻ അയക്കേണ്ടി വന്നേനെ. എന്നാൽ അങ്ങനെ ചെയ്യാതെ പൗലോസ് സോക്രട്ടീസിന്റെ പിന്മുറക്കാരോട് പറയുകയാണ്, ഏഥൻസിൽ നിന്നുകൊണ്ട്, അഥേനയിൽ നിന്നുകൊണ്ട്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. വീണ്ടെടുക്കാൻ അതുകൊണ്ട് കാര്യം എളുപ്പമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തോത്രം, മുഴു ലോകത്തെയും വീണ്ടെടുക്കാനുള്ള ദൈവ പദ്ധതി, അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ അറിവ്, അവയുടെ ആഴം സൃഷ്ടിപ്പിൽ തന്നെയും വെളിപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അത് മുഴു ലോകത്തിനും വേണ്ടിയായിരുന്നു.
അതിൽ നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞിരിക്കുന്നില്ല. പണ്ഡിത പാമര വ്യത്യാസം ഇല്ലാതെ, കുചേല കുബേര വ്യത്യാസം ഇല്ലാതെ, വെളുത്തവനെന്നും കറുത്തവനെന്നും വ്യത്യാസമില്ലാതെ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. സ്തോത്ര. ഇതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് ചോദിച്ച് ഓർമ്മപ്പെടുത്തിയേക്കാം. യേശുവിനെ അവതാരമെന്ന് വിളിക്കരുതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഇൻകാർണേഷൻ. ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ അവതാര. എന്നാൽ തിയോളജിക്കൽ വേൾഡിൽ, വേദശാസ്ത്ര ലോകത്ത് ഏറ്റവും അധികം യേശുവിന് വേണ്ടി പറയപ്പെടുന്ന പദമാണ് ഇൻകാർണേഷൻ, അവതാരം എന്നുള്ളത്. പക്ഷെ നമ്മൾ ആവർത്തിച്ചു പഠിച്ചിട്ടുണ്ട് യേശു അവതാരമല്ല എന്ന്. യേശുവിൻ്റെ ക്രൂശു മരണത്തിന്റെ സ്കോപ്പ്, യേശുവിൻ്റെ കന്യകാജനനത്തിന്റെയും മനുഷ്യപ്പിറവിയുടെയും ജഡമെടുക്കലിന്റെയും ക്രൂശ് മരണത്തിന്റെയും ഉയർപ്പിന്റെയും ഒക്കെ വ്യാപ്തി, സ്കോപ്പ്, അതിനെ ചിത്രീകരിക്കാൻ നമ്മൾ 3 പദങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഓർമ്മ കാണുമല്ലോ നിങ്ങൾക്ക്. 3 വാക്കുകൾ. We used to use 3 vocabularies or 3 words to denote the very scope or the very universality of Jesus' human birth, crucifixion and resurrection. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Once, forever. Yeah. One more. ഒരു പദം കൂടെ ഉണ്ട്. ഒരിക്കൽ, എന്നേക്കും, എല്ലാവർക്കും വേണ്ടി. Very good. Once, for all and forever. യേശു മരിച്ചത് ഒരിക്കലായിട്ട് മാത്രം. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടി. യേശു മരിച്ചതിനാൽ ലഭിച്ച രക്ഷ എന്നേക്കും ആയിട്ടുള്ളത്. ആ പദങ്ങൾ മറക്കരുത്. Once Jesus died only once. He died for all. For all. And because of his death, he wrought forth redemption forever. Forever. സ്തോത്രം. അതാണ് ഇവിടുത്തെ സ്കോപ്പ്. അതാണ് ഇവിടെ നാം വെളിപ്പാട് 5-ാം അധ്യായത്തിൽ 8 മുതൽ വായിച്ചത്. സകല അല്ലെങ്കിൽ സർവ ഗോത്രത്തിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമുള്ളവരെ യേശു വിലയ്ക്ക് വാങ്ങി. മോസ്റ്റ് മോഡേണോ പോസ്റ്റ് മോഡേണോ ആയിട്ടുള്ള നഗരങ്ങളിൽ പാർക്കുന്നവർ തുടങ്ങി ഉൾവനാന്തരങ്ങളിൽ പാർക്കുന്ന സാവേജിയസായിട്ട് മൃഗതുല്യരായി കഴിയുന്ന, വസ്ത്രം പോലും ഉടുക്കാത്ത, ഭക്ഷണം ഇന്നും പച്ചയ്ക്ക് പാകം ചെയ്യാതെ കഴിക്കുന്ന വനവാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വരെയാണ് യേശു മരിച്ചത്. യേശുവിന്റെ മരണത്തിന്റെ ഫലം ഇവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ. സ്തോത്രം. That is the scope of the cross.
അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 8, 9, 10 അധ്യായങ്ങൾ എടുത്ത് വായിക്കാറുള്ളത്. അല്ലെങ്കിൽ അവിടെ 3 പ്രധാന മാനസാന്തരത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. 8-ാം അധ്യായത്തിൽ ആക്ട്സ് ചാപ്റ്റർ 8 ഷണ്ണനാണ്. 8-ാം അധ്യായത്തിൽ eunuch was converted. 9-ാം അധ്യായത്തിൽ പൗലോസ് ആണ്. 10-ാം അധ്യായത്തിൽ ജെൻറ്റൈൽ കൊർന്നല്യോസ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വളരെ ഔന്നത്യമുണ്ടായിരുന്നതും സ്ത്രീയും പുരുഷനുമല്ലാത്ത ഷണ്ണനുമായിരുന്ന ഒരു മനുഷ്യൻ. 9-ാം അധ്യായത്തിൽ യഹൂദ മതത്തിലെ വളരെ ഉന്നതനായിരുന്ന ഒരു മനുഷ്യൻ. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളിൽ പെട്ട ഒരു മനുഷ്യൻ. ഇവർക്കെല്ലാവർക്കും ആരെ വേണമായിരുന്നു? യേശുവിനെ. ഇവരെ എല്ലാവരെയും രക്ഷിപ്പാൻ ആർക്ക് കഴിയുമായിരുന്നു? യേശുവിന്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്തൊക്കെ പറയാറും പഠിപ്പിക്കാറും പ്രസംഗിക്കാറും ഉള്ളത്, the God of the Bible is a universal God, not a local God. ഈ ലോകത്തിൽ ദൈവങ്ങൾ ഭാഷകൾ കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി പല ദൈവങ്ങളും പരിമിതരാണ്. ജാതി കൊണ്ടും സംസ്കാരം കൊണ്ടും പല ദൈവങ്ങളെയും പരിമിതപ്പെടുത്തി വച്ചിരിക്കുന്നു. നമുക്ക് കേരള ചരിത്രത്തിൽ തന്നെ അറിയാമല്ലോ, കേരളത്തിലെ വിമോചന നേതാക്കളിൽ ഒരാളായിരുന്ന ശ്രീ നാരായണ ഗുരു ഒരു ദേവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഉന്നത ജാതിക്കാര് ചെന്ന് അദ്ദേഹത്തെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഈഴവ ദൈവത്തെയാ വെച്ചത്. ദൈവത്തിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഞാന് ഈഴവ ദൈവത്തെയാ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ താൻ രക്ഷപ്പെട്ടത്. ഇത് ചരിത്രമാണ്. ഇങ്ങനെ ജാതി കൊണ്ടും മതം കൊണ്ടും ഭാഷ കൊണ്ടും ഭൂമിശാസ്ത്രപരമായുമൊക്കെ ദൈവങ്ങൾ പരിമിതപ്പെടുമ്പോൾ നമുക്കൊരു ദൈവമുണ്ട്. ഇവകൾ കൊണ്ടൊന്നും പരിമിതപ്പെടാത്ത ഒരു ദൈവമാണ് അവൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? മത്തായി 6-ാം അധ്യായത്തിൽ നിന്ന് 8 മുതൽക്കുള്ള 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥന, നോട്ട് ലോർഡ്സ് പ്രയർ ബട്ട് ഡിസൈപ്പിൾസ് പ്രയർ, ഓർമ്മ കാണുമല്ലോ. കർത്താവിന്റെ പ്രാർത്ഥനയല്ലാതെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. നമ്മള് മത്തായി 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് പഠിച്ചപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. അതിലെ ആദ്യ വാചകം, സംബോധന തന്നെ ചെയ്യുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ സ്വർഗസ്ഥൻ എന്നതിൻ്റെ നിർവചനത്തിൽ തന്നെ നമ്മൾ ആ കാര്യം പഠിക്കുകയുണ്ടായി. നമ്മുടെ ദൈവം ഏതെങ്കിലും ഭൂമിയിൽ പരിമിതനായിരിക്കുന്ന ഒരു ദൈവമല്ല.
ഇനി ഈ ലോകത്തിൽ ഏതെങ്കിലും ഒക്കെ ദൈവങ്ങൾ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒന്നും പരിമിതപ്പെടാത്തവരായിട്ടുണ്ടെന്ന് വന്നാൽ തന്നെ അവരെല്ലാം ഭൂമി കൊണ്ട് പരിമിതരാണ്. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ഇവകൾ കൊണ്ടൊന്നും പരിമിതൻ അല്ല. അപരിമിതനായ അൺലിമിറ്റഡ് ഗാഡ്. ഈവൻ our God is not limited by this created universe. ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം കൊണ്ടുപോലും നമ്മുടെ ദൈവം പരിമിതനല്ല. ഈ പ്രപഞ്ചത്തിനും നമ്മുടെ ദൈവം അതീതനാണ്. Our God is even far beyond the created universe. സ്തോത്രം. അപ്പോൾ അപരിമിതനായ ഒരു സാർവത്രികനായ യൂണിവേഴ്സലായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ വ്യാപ്തി മനുഷ്യനുള്ള കാലത്തോളം, മനുഷ്യരുള്ള ഭൂസീമകളോളം സകല ലോകത്തിനും വേണ്ടി ആയിരുന്നു. സ്തോത്രം. ഇത്രയും മനസ്സിലേക്കാണെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അടുത്തത് ഈ 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടന് മുമ്പാകെ വീണ് അവനെ നമസ്കരിച്ചുകൊണ്ട് പാടുന്ന പുതിയ പാട്ടിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന 4ാമത്തെ ഘടകം, the result of the cross. What happened since Jesus died? യേശു ക്രൂശിൽ മരിച്ചു. വേദനകൾ ഏറ്റ്, നിന്ന ഏറ്റ്, നഗ്നത സഹിച്ച് ക്രിസ്തു മരിച്ചു. പക്ഷേ മരണത്തിന്റെ ഫലം എന്താണ്? What is the fruit? What is the result? What is the effect of the cross? അത് മുഴുവനും കൂടെ പറയാൻ നമുക്ക് ഇവിടെ നിർവാഹമില്ല. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മാത്രം. സ്തോത്രം. എന്തൊക്കെയാണ് ഉള്ളത്? ഏറ്റവും ഒന്നാമത് എന്താ സംഭവിച്ചിരിക്കുന്നത്? Made them a kingdom Okay. and priests. Even before making us priests and a kingdom, He redeemed us. He redeemed us. praise God, He redeemed us. സ്തോത്രം. മലയാളത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇംഗ്ലീഷിൽ redeemed എന്നല്ലേ? സ്തോത്രം. redeemed. അപ്പോൾ ക്രൂശിന്റെ ഫലം ഒന്നാമത് നമ്മെ വിലയ്ക്ക് വാങ്ങി അഥവാ നമ്മെ വീണ്ടെടുത്തു. റെഡീംഡ് എന്ന് പറയുന്ന, ഹിന്ദിയിലും എനിക്ക് തോന്നുന്നു ചുടായ എന്നാണ്. സ്തോത്രം.
റിഡംഷൻ. റിഡംഷൻ. സ്തോത്രം. റാൻസംഡ് എന്ന റൈറ്റ്. റാൻസംഡ് എന്നുള്ളതിന്റെ അക്ഷരീയമായ പരിഭാഷയാണ് മലയാളത്തിൽ വിലയ്ക്ക് വാങ്ങി, മറുവില കൊടുത്തു നമ്മെ വാങ്ങി. അത് തന്നെയാണ് വീണ്ടെടുപ്പിന്റെ അർത്ഥം. That is the definition of redemption actually. Paying a ransom and getting something back to its original owner. This is what is redemption. Remitting a ransom and regaining the ownership of a lost thing or a person, or a restoration of the ownership of a lost thing or a person by remitting a ransom. This is the idea of redemption. മനസ്സിലായോ? വീണ്ടെടുപ്പിന്റെ ആശയം എന്താണ്? നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ, ഇറ്റ് ക്യാൻ ബി എ തിങ് ഓർ എ പേഴ്സൺ. ഒരു വസ്തുവാകാം, ഒരു വ്യക്തിയാകാം. വസ്തുവിനകത്ത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ഉൾപ്പെടാം. മൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഗതികൾ. അപ്പം പ്രധാനമായിട്ടും വീണ്ടെടുപ്പിന്റെ ആശയം, വീണ്ടെടുപ്പിന്റെ അർത്ഥം ഇതാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ മറുവില കൊടുത്ത് യഥാർത്ഥ ഉടമസ്ഥന്റെ വകയാക്കി തിരിച്ച് തീർക്കുന്ന ഒരു പ്രക്രിയ. അല്ലെങ്കിൽ ഒറിജിനൽ ഓണറിന്റെ, യഥാർത്ഥ ഉടമസ്ഥന്റെ ഉടമസ്ഥതയിലേക്ക് നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ വില കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ. ഇതാണ് വീണ്ടെടുപ്പിന്റെ ആശയം. അപ്പോൾ യേശുവിന്റെ ക്രൂശ് നിമിത്തം, ക്രിസ്തുവിന്റെ മരണം നിമിത്തം, യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞത് നിമിത്തം എന്താണുണ്ടായ ഫലം? പാപം മൂലം ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ, തെറ്റിപ്പോയ, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ ഒരു വില കൊടുത്ത്, മറുവില കൊടുത്ത് തിരികെ വാങ്ങി യഥാർത്ഥ ഉടയവനായ ദൈവത്തിന്റെ ഉടമസ്ഥതയിലേക്ക് മടക്കിക്കൊണ്ടുവരിക. സ്തോത്രം. ഒന്ന് പത്രോസ് 2-ാമത്തെ അധ്യായം. First Peter chapter 2. പത്താമത്തെ വാക്യം. 1 verse 10, 2 verse 10. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇനിയും അതിന്റെ അവസാന വാക്യം 24, 25. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും ഇടയവനും അധ്യക്ഷനും ആയെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. മുമ്പേ
പാപം നിമിത്തം നാം ദൈവത്തിന്റെ ജനം അല്ലാത്തവരായിരുന്നു, കരുണ ലഭിക്കാത്തവരായിരുന്നു. 3, തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ, ഒരു പദം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു, നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. സ്തോത്രം. അന്ന് നമുക്ക് ഇടയനും ഉടയവനും അധ്യക്ഷനും ഇല്ലാതിരുന്നു. എന്നാൽ ഇന്നോ യേശുവിന്റെ ക്രൂശ് നിമിത്തം നാം ദൈവത്തിന്റെ ജനമായി. 2, നമുക്ക് കരുണ ലഭിച്ചു. സ്തോത്രം. 3, നമ്മുടെ ആത്മാക്കളുടെ ഇടയനും 4 അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിഡംഷൻ. സ്തോത്രം. നമ്മൾ യഥാർത്ഥത്തിൽ ആരുടേതാണ്? മനുഷ്യൻ. നമ്മളെന്ന് പറഞ്ഞാൽ തൽക്കാലം വർഗീസിനെയും സാമുവലിനെയും ജോൺസനെയും മാത്യുവിനെയും ഒന്നും ഓർക്കണ്ട. മനുഷ്യൻ എന്ന നിലയിൽ മാത്രം. പാസ്റ്റർ എന്നും ബ്രദർ എന്നും സിസ്റ്റർ എന്നും ഒന്നും നമ്മൾ ഓർക്കണ്ട. നമ്മൾ മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ആരുടേതായിരുന്നു? ദൈവത്തിന്റെ. അതിന് അല്പം കൂടെ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ, അല്പം കൂടെ താത്വികമായിട്ട് പറഞ്ഞാൽ, നമ്മെ സൃഷ്ടിച്ചവൻ്റെതായിരുന്നു നാം. അത് ദൈവമാണ്. We belong to the one who created us. Our creator was God. നാം ആരുടേതായിരുന്നു? നമ്മുടെ സ്രഷ്ടാവിൻ്റെതായിരുന്നു. സൃഷ്ടി നിമിത്തം, സൃഷ്ടിപ്പ് നിമിത്തം നാം ദൈവത്തിൻ്റെതാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ തന്നെ ലോക സഞ്ചാരം നടത്തിയത് നിമിത്തം പ്രശസ്തനായി തീർന്ന ഒരു കക്ഷിയുണ്ട് എന്ന് നമ്മുടെ ഡോക്ടർ സാജു അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണും. ഞാൻ ജസ്റ്റ് എല്ലാം ഉണ്ടല്ല, തുടക്കത്തിൽ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കി. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറയുന്നൊരു വാചകം, ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനമായി ഭൂമിയിൽ, അദ്ദേഹത്തിന്റെ ഭാഷയും പറയാ, ഒരു ചുക്കും ചെയ്യാനൊക്കാത്ത ഒരു ദൈവം സ്വർഗത്തിൽ പിന്നെ എന്തോ ചെയ്യാനാണ്? ശ്രീമാൻ സന്തോഷേ, താങ്കൾ ഇത് പറയാൻ ഇന്ന് ആസ്തികനായിട്ട് ഭൂമിയിൽ അസ്തിത്വമുള്ളവനായിരിക്കുന്നത് തന്നെ താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം ഉള്ളതുകൊണ്ടാണ്. താങ്കളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ഉണ്ട്. നമ്മൾ ആരും വന്നവരാണോ അതോ അയക്കപ്പെട്ടവരാണോ? വി ഹാവ് ബീൻ സെന്റ് ഓർ വി കെയിം. വി ഹാവ് ബീൻ സെന്റ്. നമ്മൾ ആരും വന്നവരല്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചില് ചിന്തിക്കുകയുണ്ടായി, ജനിച്ച ഒരുത്തനേ ഉള്ളൂ. ജനിച്ച ഒറ്റ ഒരുത്തനേ ഉള്ളൂ. നമ്മളാരും ജനിച്ചതല്ല, നമ്മയൊക്കെ ജനിപ്പിച്ചതാ. ജനിച്ച ഒരുത്തനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. സ്തോത്രം. ബാക്കി ഇവിടെ വന്നിട്ടുള്ളവരും ഇപ്പോൾ ഉള്ളവരും ഇനിയും ജനിക്കാനിരിക്കുന്നവരും ആരും ജന്മമെടുത്തവരല്ല, ജനിച്ചവരല്ല, എല്ലാവരെയും ജനിപ്പിച്ചതാണ്. ജനിപ്പിച്ചതിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. എന്നാൽ ആത്യന്തികമായി നമ്മെ ജനിപ്പിച്ച
ആ മഹത് വ്യക്തിത്വത്തെയാണ്, നമുക്ക് ജന്മം നൽകിയ ആ വലിയ ആളത്വത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നത്. ആ സൃഷ്ടിപ്പ് നിമിത്തം നാം ദൈവത്തിന്റെ വക ആയിരുന്നു. സമയം അതിക്രമിച്ചു, ഞാൻ നിർത്താം. സ്തോത്രം. പക്ഷേ പാപം നിമിത്തം നമ്മൾ ദൈവത്തിന്റെ വക അല്ലാതെയായി. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങൾ കണ്ടല്ലോ. അതുകൂടാതെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-11 മുതലുണ്ട്. പ്രത്യേകിച്ച് 12-13 വാക്യങ്ങളിലും പൗലോസ് അത് പറയുന്നുണ്ട്. മുമ്പേ നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ദൈവമില്ലാത്തവരുമായിരുന്നു. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചതിനാൽ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ യേശു ക്രിസ്തു മറുവിലയായി നമുക്ക് വേണ്ടി തീർന്നതിനാൽ, അവൻ നമ്മെ എന്ത് ചെയ്തു? ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങി, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുത്തു. ഒരു മറുവില കൊടുത്ത് നാം ആർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നുവോ ആ യഥാർത്ഥ ഉടമസ്ഥങ്കലേക്ക് മാനവജാതിയെ മടക്കിക്കൊണ്ടുവരുന്നു. ആ മഹൽ ഭാഗ്യത്തിനായി സ്തോത്രം. ബാക്കി ഭാഗ്യത്തേക്ക് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ എത്താം. എന്നാൽ നിർത്തുന്നതിന് മുൻപ് പറയട്ടെ, ഇന്നും ആരെങ്കിലും ഈ യഥാർത്ഥ ഉടയവനായ ദൈവത്തിൽ നിന്നും അകന്ന് നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് വരാതെ അകന്നു കഴിയുന്നെങ്കിൽ, ഇന്നാകുന്നു രക്ഷയുടെ ദിവസം. ഇപ്പോഴാകുന്നു രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ പ്രസാദകാലം. ക്രൂശിൽ മരിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവായും അതിലുപരി കർത്താവായും സ്വീകരിക്കൂ. യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തൂ. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച, മറുവില നൽകി നമ്മെ പിതാവിന് വേണ്ടി വാങ്ങിയ പുത്രൻ മൂലം പിതാവായ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.